വൻതുക ശമ്പളം വാങ്ങുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ പണത്തോടുള്ള ആർത്തിക്ക് ഉദാഹരണമാണ് കൈക്കൂലി കേസിൽ അടുത്തിടെ അറസ്റ്റിലായ എറണാകുളം RTO ആയിരുന്ന ജേഴ്സണും IOC ഡെപ്യൂട്ടി DGയും ആയിരുന്ന അലക്സ് മാത്യുവും. ഇത്തരം കൈക്കൂലിക്കാരെ കേസുകൾ തീർപ്പായതിനു ശേഷം മാത്രം സർവീസിൽ തിരിച്ചെടുത്താൽ മതി എന്നാണ് ജനങ്ങളുടെ ആവശ്യം. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇങ്ങനത്തെ കക്ഷികളോട് അധികം മദ്യം കുപ്പികൾ വാങ്ങിക്കാറുണ്ടെന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ കൃത്യമായിട്ട് നല്ല രീതിയിലുള്ള കൈക്കൂലി ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ ബസ് ഓണേഴ്സ് അസോസിയേഷൻ്റെ ഭാഗത്ത് നിന്ന് പരാതികളുണ്ടായിരുന്നു. കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ നിരീക്ഷണത്തിലായിരുന്നു. കഴിഞ്ഞ 6 മാസത്തിനിടെ വിജിലൻസ് എറണാകുളം റേഞ്ച് SP-യുടെ നേതൃത്വത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ എടുത്തത് 16-ലധികം കൈക്കൂലി കേസുകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു എറണാകുളം RTO ആയിരുന്ന ജേഴ്സൻ്റേത്. നിർണായക പോസ്റ്റിലിരുന്ന് ഇയാൾ വാങ്ങിയ കൈക്കൂലിക്ക് കണക്കുകളില്ല. ചെറിയ കാര്യം നടത്തിക്കൊടുക്കാൻ പോലും ജേഴ്സൺ കൈപ്പറ്റിയിരുന്നത് വൻതുകയും മദ്യവുമായിരുന്നു. വാളയാറിൽ പരിശോധനയ്ക്ക് പോയപ്പോഴായിരുന്നു ജേഴ്സൺ എന്ന കഥാപാത്രത്തെക്കുറിച്ച് വിജിലൻസിന് കൂടുതൽ വിവരം കിട്ടിയത്. തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനെന്നും പരിശോധന ഒഴിവാക്കാൻ ജേഴ്സന്റെ നേതൃത്വത്തിൽ തങ്ങളിൽ നിന്നും പണം വാങ്ങിയല്ലോ എന്നുമാണ് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. മറുപടി കേട്ട് വിജിലൻസ് ശരിക്കും ഞെട്ടി. സഹപ്രവർത്തകരെ വരെ കബളിപ്പിച്ച് വിജിലൻസിന്റെ പേര് പറഞ്ഞ് പണം വാങ്ങിയയാൾ ചില്ലറക്കാരനല്ലെന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യമായി. ഒടുവിൽ ബസ് ഉടമയുടെ പരാതിയിൽ കൈക്കൂലിക്കേസിൽ തന്ത്രപരമായി കുടുക്കിയപ്പോൾ ജേഴ്സനെക്കുറിച്ചുള്ള നിഗമനം ശരിയെന്ന് ഉറപ്പിച്ചു. വീട്ടിലെ പരിശോധനയിൽ നിന്നും കൈക്കൂലി ഇനത്തിൽ കിട്ടിയ 77 കുപ്പി മദ്യമാണ് വിജിലൻസ് പിടിച്ചെടുത്തത്. പിന്നാലെ ജേഴ്സനെതിരെ പരാതി പ്രളയമായിരുന്നു. അടുത്ത കഥാപാത്രം IOC ഡെപ്യൂട്ടി ജനറൽ മാനേജറായിരുന്ന അലക്സ് മാത്യു ആയിരുന്നു. 1-2 10 ലക്ഷം രൂപയാണ് ഗ്യാസ് ഏജൻസി ഉടമയോട് ഇയാൾ കൈക്കൂലി ചോദിച്ചത്. അലക്സിന്റെ കൊച്ചിയിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ജേഴ്സന്റേതിന് സമാനമായി വൻ നിക്ഷേപരേഖകളും വിജിലൻസ് കണ്ടെടുത്തിട്ടുണ്ട്. വരവിൽ കവിഞ്ഞ സ്വത്ത് ഇവർ സമ്പാദിച്ചെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമെന്ന് വിജിലൻസ് പറയുന്നു. വൻതുക ശമ്പളം വാങ്ങിയിരുന്നവർ എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ പിഴിഞ്ഞത്? ഇത്തരം കേസുകളുടെ ഭാവി എന്ത്? സസ്പെൻഷൻ കഴിഞ്ഞ് ഇവർ മടങ്ങിയെത്തുമ്പോൾ എന്തൊക്കെ കരുതൽ സ്വീകരിക്കണം തുടങ്ങി ഒട്ടേറെ കാര്യങ്ങളും ഇതിന്റെ ഭാഗമായി പരിശോധിക്കണം. കൈക്കൂലി കൊടുത്ത് പിടിപ്പിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരിൽ ഒരു 50% ഒരു 6-7 മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ തിരിച്ച് സർവീസിൽ കയറുന്ന ഒരവസ്ഥയാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരം കോടതി ശിക്ഷിക്കുന്നത് വരേക്ക് ഇവരെ സർവീസിൽ നിന്നും മാറ്റി നിർത്തത്തക്ക തോതിൽ ഒരു നിയമനിർമ്മാണം നടത്തണം. കാരണം നിലവിലെ നിയമത്തിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ഒരു കൃത്യസമയം മാക്സിമം 6 മാസമാണെന്ന് തോന്നുന്നു സസ്പെൻഷനിൽ വെക്കാമെന്നല്ലാതെ കൈക്കൂലി കേസിൽ ജോലിയിൽ നിന്നും പിരിച്ചുവിടാൻ കഴിയുന്ന സാഹചര്യമില്ല. പരാതികളും മറ്റും നൽകിയതിന്റെ പേരിൽ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും പ്രതികാര നടപടിയെന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. ഞങ്ങൾ ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനത്തെ ചെക്കിങ്. പക്ഷേ ഹൈക്കോടതിയുടെ അങ്ങനത്തെ നിർദ്ദേശം ഞങ്ങൾ തരാമോ എന്ന് ചോദിച്ചു. ഇപ്പോൾ 2-3 ജഡ്ജിമാരുടെ പേര് അതിനകത്ത് പരാമർശിക്കുകയുണ്ടായി വക്കീലന്മാർ. പക്ഷെ അത് ഞാനിവിടെ പരാമർശിക്കുക ശരിയല്ല. പക്ഷെ ഇത് പറഞ്ഞുകൊണ്ട് വ്യാപകമായി ഇത് ചെക്ക് റിപ്പോർട്ടും ചെക്കിങ്ങും ഉണ്ടായിട്ടുള്ളത്. നിയമപരമായ പരിശോധനകൾ വിട്ടുവീഴ്ച കൂടാതെ നടപ്പാക്കണമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല, പ്രത്യേകിച്ചും മത്സരയോട്ടങ്ങൾ മൂലമുള്ള അപകടങ്ങൾ ഏറുമ്പോൾ. എന്നാൽ അതൊന്നും കൈക്കൂലിക്കുള്ള കളങ്ങളായി ഉദ്യോഗസ്ഥർ എടുക്കരുതെന്നാണ് ആവശ്യം. നേരായ കാര്യങ്ങൾക്കും അനധികൃതമായ കാര്യങ്ങൾ നിയമപരമാക്കി കൊടുക്കുന്നതിനും ഉദ്യോഗസ്ഥർ പണം വാങ്ങുന്നു എന്ന വിവരമാണ് അന്വേഷണ ഏജൻസികൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇത്തരം ഉദ്യോഗസ്ഥരെ സർവീസിൽ തിരിച്ചെടുക്കുന്നത് വൈകിപ്പിക്കുന്നതടക്കം നടപടികൾ കടുപ്പിക്കുന്നുണ്ട് വിജിലൻസ്. എന്നാൽ വകുപ്പുകളുടെ സൽപ്പേര് കളങ്കപ്പെടുത്തുന്ന കൈക്കൂലിക്കാരെ തിരിച്ചറിഞ്ഞ് തിരുത്തേണ്ടതിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം അതാത് വകുപ്പുകൾക്ക് തന്നെയാണ്. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം S. രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.